ഇന്നും കോമൺ ആയിട്ടുള്ള ഒരു ജോബ് ലിങ്ക് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ജോബിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും നിങ്ങൾക്ക് അത് ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആ ലിങ്ക് നിങ്ങൾക്ക് ഞാനിവിടെ ഇട്ട് തരാം. ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമല്ല എല്ലാവർക്കും? ഇവിടെ ഞങ്ങൾക്കൊക്കെ സുഖം തന്നെ കേട്ടോ. കുറച്ച് സണ്ണി ആയിട്ടുള്ള ദിവസമാണ്, അപ്പോൾ അതുകൊണ്ട് വലിയ തണുപ്പൊന്നുമില്ല. എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതേ, നിങ്ങൾ നെഗറ്റീവ് പറയാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ ആൾക്കാരുകൾക്ക് നേരെ ആ വാതിലുകളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം അത് തുറന്നിട്ടിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് യാതൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ആ വാതിലുകൾ ക്ലോസ് ചെയ്യുക, അവരായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാണ്ടിരിക്കുക. പക്ഷെ അത് ദേഷ്യം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ അല്ല കേട്ടോ. എന്നിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് നേരെ വാതിലുകൾ തുറന്നു വയ്ക്കുക. ഇതെൻ്റെ ഒരു വാക്കല്ല, പൗലോ കൊയ്ലോ പറഞ്ഞ വാക്കുകളാണ് ഇത്. അപ്പം അത് നിങ്ങൾക്ക് സമാധാനം കൊണ്ടുതരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഒരിക്കലും പരാജയപ്പെടരുത്. നിങ്ങളാ ചെയ്യാൻ പറ്റില്ല എന്ന് കാണുന്ന കാര്യം വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് നോക്കുക. കുറേശ്ശെ നമ്മളതിൽ വിജയിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ തോമസ് ആൽവ എഡിസന്റെ കഥ കേട്ടിട്ടില്ലേ? അദ്ദേഹം ആയിരക്കണക്കിന് തവണ ഓരോ കണ്ടുപിടുത്തങ്ങൾക്കും വേണ്ടി ശ്രമിച്ചു. അത്രയും തവണയും പരാജയപ്പെട്ട ആളാണ്. പക്ഷെ ഒരിക്കലും താൻ പരാജയപ്പെട്ടു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഇത്തവണ എനിക്കത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്ന് ഞാൻ കണ്ടുപിടിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ നമ്മളും ചിന്തിക്കാനായിട്ട് നോക്കുക. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടുന്നതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നല്ലൊരു ജോലിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കാതിട്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത്. ഫസ്റ്റ് നിങ്ങൾ നല്ലൊരു ഡിസിഷൻ എടുക്കുക. നിങ്ങളുടെ എഡ്യൂക്കേഷനൊക്കെ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് ഏത് തന്നെ ആയിക്കോട്ടെ, അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല ഉയരത്തിലെത്തിച്ചേരാനായിട്ട് സാധിക്കും. നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ചിന്തിക്കുക, ഇവിടെ നിന്നും എനിക്ക് എവിടെ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് നോക്കുക. ഏത് ഫീൽഡിലേക്ക് മാറാൻ സാധിക്കും, അതിനെന്താ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുത്ത് പാസ്സായ ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നുകൊണ്ട് എവിടെ എത്താൻ സാധിക്കുമെന്ന് ചിന്തിക്കുക. അതിൻ്റെ കൂടെ ഏതെങ്കിലും ചെറിയ കോഴ്സുകളൊക്കെ ചെയ്ത് അവിടെ നിന്നും ഉയർന്നു പോകാൻ സാധിക്കുന്നെങ്കിൽ ആ രീതിയിലായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതിപ്പോൾ 30 വയസ്സായാലും 35 വയസ്സായാലും അതുവരെയൊക്കെ നിങ്ങൾക്കിവിടെ ശ്രമിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾക്ക് അത് നേടിക്കൊടുക്കാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ കൂടി ചിന്തിക്കുക. അപ്പോൾ കുട്ടികളിലൂടെയും നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നെഗറ്റീവ് ചിന്തകളെല്ലാം മാറ്റിവെച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങുക കേട്ടോ. ഇന്ന് മുതൽ ഒരടുക്കും ചിട്ടയും നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ അതിവിടെ ശീലിക്കുക. പുതപ്പ് തലയിണമൊക്കെ മടക്കി അതിൻ്റേതായ സ്ഥാനത്ത് വെച്ച് അതിവിടെ സ്റ്റാർട്ട് ചെയ്യുക. ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചിട്ടയായിട്ടുള്ളൊരു ജീവിതം പരിശീലിക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണിന് കൃത്യമായിട്ടുള്ളൊരു സമയം നൽകുക. അല്ലാതെ അത് കണ്ട് അലസരായിട്ട് മാത്രം ഇരുന്ന് സമയം കളയരുത്. നിങ്ങൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന സമയം മൊബൈൽ ഫോണിലെ വീഡിയോകളൊക്കെ കണ്ട് സമയം കളയരുത്. അതിന് ഒരു പ്രത്യേക സമയം മാറ്റിവെക്കണം. എല്ലാവരും ഒരു നല്ല CV-യും കവർ ലെറ്ററും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പുതിയ ജോലികൾക്കായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവർക്കും വിജയം നേരുന്നു. ഇത്രയും ആളുകൾക്ക് ഇവിടെയൊക്കെ വന്ന് എത്താൻ സാധിച്ചതെല്ലാം അവരുടെ ഡിസിഷൻ കൊണ്ട് മാത്രമാണ്. അവർക്ക് മനസ്സിലൊരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും സാധിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക. ഒരു പ്രാവശ്യം നിങ്ങൾ ശ്രമിച്ചു, അത് നടന്നില്ല. പക്ഷേ ഇനിയും ശ്രമിക്കുക. വീണ്ടും ശ്രമിക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് അതിൽ നിന്നും വിജയമുണ്ടാകുന്നത്. വിജയം നിങ്ങളുടേത് മാത്രമാണ്. കാരണം നിങ്ങളുടെ മനസ്സാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. മനസ്സിന് നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചിട്ടയായിട്ടുള്ള ജീവിതം നിങ്ങളെ സഹായിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫിന് വേണ്ടി ശ്രമിക്കുക. അങ്ങനെയുള്ളൊരു ലൈഫ് കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ വന്നെത്തിയാലേ സാധിക്കൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നിരുന്നപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ടെൻഷനൊന്നുമില്ല. എന്താ കാരണം? ഓരോ രാജ്യത്തിലെയും സംസ്കാരത്തിൻ്റെ അവസ്ഥയാണ്. ഓരോ രാജ്യത്തിനും ഓരോ നേച്ചറുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ പ്രകൃതി അതിനനുസരിച്ചതല്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാ തരത്തിലുള്ള ടെൻഷനും മാറി വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫാണ് ഞങ്ങൾ ഇന്നിവിടെ കഴിച്ചു കൂട്ടുന്നത്. അതുപോലെ നാട്ടിൽ നിന്ന് ഒരുപാട് ഏജൻസികൾ ഇവിടെ വിസിറ്റ് വിസയിൽ വന്നിട്ട് അത് ജോബിലേക്ക് മാറാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നുണ്ട്. നിങ്ങൾ അതിലൊന്നും പോയി ചതിക്കപ്പെടാതിരിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഏജൻസികൾക്ക് പൈസ കൊടുത്തിട്ട് പലരും ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ട്.
അതായത് ഇമിഗ്രേഷനിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ഈ കാൻഡിഡേറ്റ്സ് പറയും അവരുടെ കയ്യിൽ നിന്ന് ഏജൻസി പണം വാങ്ങിയെന്ന് പറയുമ്പോൾ അവരുടെ അക്രഡിറ്റേഷൻ നഷ്ടപ്പെട്ട അവസ്ഥ വരെയുണ്ട്. അപ്പോൾ അവർക്ക് ജോലി കിട്ടാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇതേവരെ, എങ്കിലും അവർക്ക് ജോലി ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്നത് വരെ നമുക്കിവിടെ കാത്തിരിക്കാം. എന്നിട്ട് ആ ഏജൻസികൾ വഴിയും നമുക്കിവിടെ ജോലികൾക്ക് അപ്ലൈ ചെയ്യാം. എന്തിനാണ് ഏജൻസികളെ നിങ്ങളിവിടെ ആശ്രയിക്കുന്നത്? നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങളുടെ കഴിവുകൾ വെച്ച്, നിങ്ങളുടെ ജോലി എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾ അവിടെ ഇരുന്ന് തന്നെ അപ്ലൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഇത്രയും ആളുകൾക്ക് കിട്ടാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടിക്കൂടാ? അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുക കേട്ടോ. എല്ലാവരും നല്ല ജോലികളൊക്കെ കിട്ടി നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും നമുക്ക് അടുത്ത ദിവസം കാണുന്നവരെ സീ യു, ബൈ.